ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ആശംസകൾ. പുതുവർഷത്തിൻ്റെ 2025 എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അല്ലേ. നമ്മൾ എന്താ പറയുക, പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ആയിട്ടല്ലേ എല്ലാവരും വരുന്നത്. സങ്കടം വരുന്നു എന്നുവെച്ചാൽ പുതുവർഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പഴയ വർഷത്തിലെ കുറേ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമുക്ക് ഈ വർഷം മാറ്റണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കുമല്ലേ പുതിയ ഒരു ഇയറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പുതുവർഷത്തിലേക്ക് കയറുകയാണല്ലേ. അപ്പോൾ എന്തിനാ സങ്കടം വന്നെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ സങ്കടം വരും അല്ലേ, സന്തോഷം വരും. നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷം വരും. അതുപോലെ ദൈവത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും, നന്ദിയുള്ളവരായിരിക്കും. നമുക്ക് തന്ന നന്മകളും നമുക്ക് തന്ന തിന്മകളാണെങ്കിലും നന്മകളാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഈശ്വരനോട് നന്ദിയുള്ളവരായിരിക്കും. എന്താണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. നമ്മൾ ഒരാളോട് രൂപ പോലും വാങ്ങാതെ നമ്മുടെ ജീവിതം നമുക്ക് കെട്ടി ഉയർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ എന്താ പറയുക, ഏറ്റവും വലിയ ദൈവത്തിനോടുള്ള ആ ഒരു നന്ദി നമ്മൾ കൊടുക്കേണ്ടതല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകൾക്കും എല്ലാറ്റിനും നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അതാണ് ഈ ഒരു പുതുവത്സരത്തിൽ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയാം. മെസ്സേജ് പറയാനും അല്ലെങ്കിൽ ഉപദേശിക്കാനൊന്നും നമ്മൾ ആരുമല്ല. എങ്കിൽ കൂടിയും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളൊന്നും കൈവരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിലേക്കും അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലേക്കും ഓരോ ദിവസങ്ങളിലേക്കും ഓരോ മണിക്കൂറുകളിലേക്കും നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ഓരോ കൊച്ചു സന്തോഷങ്ങൾ, കൊച്ചു നേട്ടങ്ങൾ, അതായിരിക്കട്ടെ ഈ വർഷത്തിലേക്കുള്ള വലിയ നേട്ടങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പുകളും കാൽവയ്പ്പുകളും. അങ്ങനെ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2020 സ്റ്റാർട്ട് ചെയ്തതാണ്. ഒന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞു. നമ്മൾ ചെയ്യാണ്ട് നമ്മുടെ ചാനലിനോ നമ്മൾ എന്ത് ജോലിക്കാണെങ്കിലും ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം പ്രാക്ടിക്കലാകും, ഇതെങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം ഒന്നും എനിക്കറിയില്ല. എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ നിന്നും സംസാരിക്കണം, എങ്ങനെ നിന്നും നമ്മൾ ആ വീഡിയോ എടുക്കണം, ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, അവരെങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ കുറേ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നത്. ഇങ്ങനെ ശരിയാകും, ഇത് എങ്ങനെയൊക്കെ പ്രാക്ടിക്കലാവും എന്നൊക്കെ. പക്ഷേ ഒരു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഞാൻ ജസ്റ്റ് വീഡിയോ ഇടാൻ തുടങ്ങി. പെട്ടെന്ന് ക്ലിക്കായി. 1 മാസം കൊണ്ട് 1K സബ്സ്ക്രൈബർ കഴിഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ഇട്ട് കളഞ്ഞു. ഞാനത് വലിയ ഒരു കാര്യമായിട്ടല്ല. എനിക്ക് അന്നേരം കുറച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ ആളുണ്ട്, അതൊക്കെ വന്നപ്പോൾ പിന്നെ അത് അങ്ങനെ വിട്ടുപോയി. 1 കൊല്ലത്തോളം ഞാൻ വീഡിയോ ഇട്ടില്ല. പിന്നെ പതുക്കെ തുടങ്ങി. ഇടയ്ക്ക് വിടും, ഇടയ്ക്കിടില്ല, എന്തൊക്കെയോ ഇടും. പക്ഷേ ഇതൊന്നും അല്ല. നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഇട്ടാലേ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പലപ്പോഴും മടി ഇതിനൊരു മെയിൻ ഘടകമാണ്. കാരണം വീഡിയോ എടുക്കലും സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വീഡിയോ എടുക്കുക, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുക, നമ്മൾ തന്നെ ചെയ്യുക, എല്ലാം കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റാതെ വരും. അതാരുടെയും കുറ്റമല്ല. പക്ഷേ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഏത് ജോലിയിലാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. സ്റ്റിച്ചിങ്ങിനാണെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്താലേ പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് വരുള്ളൂ. പുതിയ ഡിസൈൻസ് ഇറക്കിയാലേ പുതിയ ആൾക്കാർ നമ്മളെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുള്ളൂ. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും നിൽക്കുന്നത് ഒരു ഭയവും ഒരു പേടിയും കൂടാതെ ഒരു മടിയും ഒക്കെയാണ്. ഇതെല്ലാം ഈ വർഷം അല്ലെങ്കിൽ ഈ സമയം മുതൽ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം. നമ്മൾ മാറാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറും, നമ്മുടെ ജീവിതവും മാറും. പല ദുഃഖങ്ങളും പല സങ്കടങ്ങളും നമുക്ക് ഈ ഇയറിലുണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും വലിയൊരു സന്തോഷം. ആ ഒരു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും
വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ നേരുന്നു. താങ്ക് യു.